യുഎഇയിൽ മോട്ടോർ സൈക്കിളിൻ്റെ ലൈസൻസ് എങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ദുബൈയിൽ പ്രത്യേകിച്ച് മോട്ടോർ സൈക്കിളിൻ്റെ ലൈസൻസ് എങ്ങനെ എടുക്കാം, അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. യുഎഇയിൽ നിങ്ങൾക്ക് ലൈറ്റ് മോട്ടോർ ലൈസൻസ് ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ്. ക്യോങ്കി നിങ്ങൾക്ക് ആൾറെഡി ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയാം. അപ്പോൾ വളരെയധികം ഈസിയാണ് മോട്ടോർ സൈക്കിൾ ലൈസൻസ് എടുക്കാൻ വേണ്ടി. അതില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. നിങ്ങൾക്ക് അല്ലാതെയും നാട്ടിലെ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് കുറഞ്ഞു കിട്ടും. അതല്ല നിങ്ങളുടെ നാട്ടിൽ ലൈസൻസ് ഇല്ലെങ്കിൽ കൂടെ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് പ്രോപ്പർ ക്ലാസ്സുകളും ട്രെയിനിങ് ഒക്കെ തന്ന് നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവായി ഈ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒന്നായി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മോട്ടോർ സൈക്കിൾ ലൈസൻസ് എടുക്കാൻ വേണ്ടി ലൈറ്റ് മോട്ടറിനെ പോലെ തന്നെ നമുക്ക് എന്ത് വേണം? എമിറേറ്റ്സ് ID വേണം. നാട്ടിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ വളരെയധികം നല്ലത്. നാട്ടിൽ ലൈസൻസ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ 10 മണിക്കൂർ ക്ലാസ് മതി. നാട്ടിൽ ലൈസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 20 മണിക്കൂർ ക്ലാസ്സുകൾ വേണം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഐ ടെസ്റ്റ് വേണം. ഐ ടെസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു RTA അപ്രൂവ്ഡ് ഐ ടെസ്റ്റ് സെൻറ്ററിൽ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഡ്രൈവിംഗ് സ്കൂളിൽ പോകണോ അവിടെ മിക്കവാറും ഐ ടെസ്റ്റ് സെൻറ്ററുകൾ കാണും. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് ഐ ടെസ്റ്റ് എടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു വട്ടം ഫയൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് RTന്ന് ലേണിംഗ് പെർമിറ്റ് കിട്ടും. നിങ്ങളുടെ സ്കൂളിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത് 8 മണിക്കൂർ ലെക്ചർ ക്ലാസ് എടുക്കാം. ഈ 8 മണിക്കൂർ ലെക്ചർ ക്ലാസ് എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സ്കൂളിലൊന്നും ഇപ്പം പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വീട്ടിൽ ഇരുന്ന് മൊബൈലിലോ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ലെക്ചർ ക്ലാസ് എടുക്കാം. ഈ ലെക്ചർ ക്ലാസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ പ്രാക്ടീസ് ചെയ്യണം. എന്തിനു വേണ്ടി? RTA തിയറി ടെസ്റ്റിന് വേണ്ടി. ഈ RTA തിയറി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 3 ലാംഗ്വേജിലേ ഉള്ളൂ: ഇംഗ്ലീഷ്, അറബിക്, ഉറുദു. അപ്പോൾ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഇംഗ്ലീഷ്, ഇപ്പോൾ ഉറുദു ആണെങ്കിൽ ഉറുദു, അറബി ആണെങ്കിൽ അറബി. ഇപ്പം എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, അതിന് ഇംഗ്ലീഷ് അല്ലെങ്കിൽ എനിക്ക് കുറവാണ് അറിയാവുന്നത്. അന്നേരം ഞാൻ എന്ത് ചെയ്യും? മലയാളത്തിൽ എക്സാം ഉണ്ട്. മലയാളത്തിൽ എക്സാം എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ സ്ക്രീനിൽ നമ്മൾ ഇംഗ്ലീഷിൽ വരും. RTA എന്ന് ഒരാൾ ഫോൺ വഴി, അതിന് RIS എന്ന് പറഞ്ഞ റിമോട്ട് ഇൻ്റർപ്രിറ്റേഷൻ സർവീസ്, ട്രാൻസ്ലേഷൻ വഴി അവർ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അതിന് ഞാൻ ആൾറെഡി യൂട്യൂബിൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഇംഗ്ലീഷിലാണ് അത് ആക്ച്വലി അതിൻ്റെ ഉള്ളത്, പക്ഷേ ഞാൻ മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 പേർക്കും ഉപകാരമാണ്. ഇംഗ്ലീഷിൽ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷിൽ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അല്ല എനിക്ക് മലയാളത്തിൽ പോകണം, ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മലയാളത്തിലും ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ആ വീഡിയോകൾ നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് കഴിഞ്ഞു. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കൂളിലെ ഇൻസ്ട്രക്ടറുമായിട്ട് കോൺടാക്ട് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബൈക്ക് ഓടിക്കണമെങ്കിൽ സേഫ്റ്റി ഗിയറിൻ്റെ ആവശ്യമുണ്ട്. അതായത് ഹെൽമെറ്റ് ആവശ്യമുണ്ട്, സേഫ്റ്റി ഷൂസ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ബൈക്ക് ഷൂസ് ആവശ്യമുണ്ട്. പിന്നെ ഹാഫ് ടീഷർട്ടോ ഷർട്ടോ ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ലോങ് സ്ലീവായുള്ള ടീഷർട്ടോ ഷർട്ടുകൾ മാത്രം ഇട്ടുകൊണ്ട് ബൈക്ക് റൈഡ് ട്രെയിനിങ്ങിന് പാടുള്ളൂ. അതുപോലെ ഗ്ലൗസ് വേണം. അതുപോലെ നമുക്ക് നീ പ്രൊട്ടക്ഷൻ വേണം. അതുപോലെ നമുക്ക് എൽബോ പ്രൊട്ടക്ഷനും വേണം. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ഇൻസ്ട്രക്ടറാണോ അവരുടെ അടുത്ത് പോയി ചോദിക്കുക, ഇതുപോലെ എനിക്ക് ഇതെല്ലാം വേണം, ഇത് മതിയോ? അത് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ പോയി പർച്ചേസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് വരും, ഇൻസ്ട്രക്ടർ പറയും ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മണി വേസ്റ്റാവും. അപ്പം ഫസ്റ്റ് ഇൻസ്ട്രക്ടറിന് നിങ്ങൾ പോവുക, അവിടുന്ന് അവരെന്ത് പറയുന്നു അതിനനുസരിച്ച് നിങ്ങൾ മേടിക്കും. നോർമലി ഇതാണ് റൂൾ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മുടെ സേഫ്റ്റി ഗിയർസ് എല്ലാം നമ്മൾ മേടിച്ചു. അതിനുശേഷം നമ്മുടെ യാർഡ് ട്രെയിനിങ് സ്റ്റാർട്ടാകും. അത് ആദ്യത്തെ ക്ലാസ്സുകൾ നിങ്ങളെ യാർഡ് ട്രെയിനിങ് ആണ്. അതായത് ബിഗിനർ ആൾക്കാർക്ക് 8 മണിക്കൂറും 10 മണിക്കൂർ, ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് 10 മണിക്കൂർ യാർഡ് ട്രെയിനിങ്ങേ ഉള്ളൂ. അതായത് 10 മണിക്കൂർ ക്ലാസ് ഉള്ളവർക്ക് 4 മണിക്കൂർ യാർഡ് ട്രെയിനിങ്ങേ ഉള്ളൂ. ഇപ്പോൾ യാർഡ് ട്രെയിനിങ് കഴിയുമ്പോൾ എന്തെങ്കിലും അഡീഷണൽ ക്ലാസ് വേണമെങ്കിൽ അത് ട്രെയിനർ പറയും. ക്യോങ്കി നിങ്ങൾ റെഡി അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ടെസ്റ്റ് കൊടുത്തുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ ഫെയിൽ ആവുന്ന. അപ്പോൾ ട്രെയിനർ നിങ്ങൾക്ക് പറഞ്ഞു തരും, ഇനി നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ട്രെയിനറോട് ചോദിക്കുക, അല്ലെങ്കിൽ ട്രെയിനർ തന്നെ നിങ്ങൾക്ക് പറയും. അപ്പോൾ ഈ യാർഡ് ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ആക്ച്വലി ഒരു ഇൻറ്റർണൽ ട്രെയിനിങ് ക്ലാസ്സസ് ആണ്, അല്ലെങ്കിൽ ട്രെയിനിങ് എക്സർസൈസ് എന്ന് പറയും. അപ്പോൾ ആദ്യമേ തന്നെ ഇൻസ്ട്രക്ടർ ചോദിക്കും, ഇത് നിങ്ങളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയാണോ നിങ്ങൾ ഈ ബൈക്ക് ലൈസൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതോ നിങ്ങൾ ജോലിക്ക് വേണ്ടിയാണോ യൂസ് ചെയ്യുന്നത്? അതിന് ഡിഫറൻസ് ഒന്നുമില്ല, എല്ലാവർക്കും ഒരേ ട്രെയിനിങ് ആണ്. പക്ഷേ ഈ ഡെലിവറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ബോക്സ് വെച്ചുള്ള ട്രെയിനിങ് ഉണ്ട്. അത് അവർ ഇൻസ്ട്രക്ടർ ചോദിക്കും, അത് അവർ ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് തന്നോളൂ. അപ്പോൾ ഈ ട്രെയിനിങ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഡേ നിങ്ങൾ കൂടുതലൊന്നും പഠിക്കത്തില്ല. അവർ ജസ്റ്റ് നിങ്ങളടുത്ത് പറയും വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, മൂവ് ചെയ്യുക.
അവർ നോക്കും നിങ്ങളുടെ ഗിയർ ഇടാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഗിയർ ഇടാൻ പഠിപ്പിക്കും, മൂവ് എങ്ങനെ ചെയ്യണം, ബ്രേക്ക് എങ്ങനെ ചെയ്യണം, അതിനനുസരിച്ച് ഉള്ള ക്ലാസ്സുകൾ തരും. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഞാൻ ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. അതെല്ലാം നിങ്ങൾ അവിടെ പോകുമ്പോൾ ഇൻസ്ട്രക്ടർ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. എങ്കിലും ഞാൻ നിങ്ങൾക്ക് യാർഡ് ടെസ്റ്റ്, ഈ യാർഡ് ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ യാർഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്കൊരു കുറച്ച് പോയിന്റ്സ് പറഞ്ഞുതരാം. ഈ യാർഡ് ടെസ്റ്റ് നിങ്ങളെ എന്തെല്ലാം പഠിപ്പിക്കും. അപ്പം ആദ്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത് റൈഡ് ബിറ്റ്വീൻ സ്ട്രെയിറ്റ് ലൈൻ. പറഞ്ഞ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ എങ്ങനെ വണ്ടി ഓടിക്കാം, രണ്ട് യെല്ലോ ലൈനിൻ്റെ നടുക്കൂടെ എങ്ങനെ വണ്ടി ഓടിക്കാം, അതൊക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. അതായിരിക്കും ഫസ്റ്റ് എക്സസൈസ്. അതിൽ ഇതിനകത്ത് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കാൻ പാടില്ല, ബ്രേക്ക് ഉപയോഗിക്കാൻ പാടില്ല. അഥവാ നമ്മൾ ക്ലച്ചോ ബ്രേക്കോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിലാണ്. അതൊക്കെ അവർ പറഞ്ഞു തരും. ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നതിൽ ഇൻഫർമേഷൻ തരുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റ് എക്സസൈസ്. സെക്കൻഡ് എക്സസൈസ് എന്ന് വെച്ചാൽ ഒരു യെല്ലോ ബോക്സ് ആയിരിക്കും. അതിനകത്ത് നമ്മൾ പതുക്കെ വണ്ടി ഓടിക്കണം, സ്ലോ ആയിട്ട് വണ്ടി ഓടിക്കണം. കാല് തറയിൽ മുട്ടാതെ നമ്മൾ സ്ലോ ആയിട്ട് വണ്ടി ഓടിക്കണം. അതിനെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ ഈ ബോക്സിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ കാല് തറയിൽ തൊടാൻ പാടില്ല. ഞാൻ അതൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഈ മോട്ടോർ സൈക്കിൾ ലൈസൻസ് എടുത്ത് അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർമാർ പറയുന്ന ട്രിക്കുണ്ട്. നിങ്ങൾ ഈ ലൈനിൽ, ഈ ബോക്സിൻ്റെ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ നോക്കി നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കാല് തറയിൽ തൊടുന്ന ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഈ ബോക്സിലെ ലൈനിൽ നോക്കാതെ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മുമ്പോട്ട് നോക്കി വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്ലോ ആയിട്ട് വണ്ടി ഓടിക്കാൻ സാധിക്കും. അപ്പോൾ ഇതുമൂലം നമുക്ക് എന്ത് കിട്ടും? സ്റ്റെബിലിറ്റി കിട്ടും. നിങ്ങൾ ഈ കാര്യം ഒന്ന് ഓർത്ത് വെച്ച് തന്നാൽ മതി. അപ്പോൾ മൂന്നാമത്തെ ട്രെയിനിങ് ആണ് എമർജൻസി ബ്രേക്ക്. എങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എമർജൻസി ബ്രേക്ക് അടിക്കാം, അതൊക്കെ അവർ പറഞ്ഞു തരും. ഒരു 5 ലൈൻ കൊടുത്തിട്ടുണ്ട്. അന്നേരം ഫ്രണ്ടിൽ ഒരു റെഡ് ലൈറ്റ് കത്തുമ്പോൾ നിങ്ങൾ എങ്ങനെ എമർജൻസി ബ്രേക്ക് അടിക്കാം, അതിനെപ്പറ്റി നിങ്ങൾക്ക് ട്രെയിനിങ്ങിൽ പറഞ്ഞു തരും. നാലാമത്തെ ട്രെയിനിങ് ആണ് കർവ് എക്സസൈസ്. എങ്ങനെ വളയണം, ലെഫ്റ്റിൽ എങ്ങനെ വളയണം, റൈറ്റിൽ എങ്ങനെ വളയണം, അതിനെപ്പറ്റി നിങ്ങൾ ഒരു എക്സസൈസ് ഉണ്ട്, അതും അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അഞ്ചാമത്തെ ട്രെയിനിങ് ആണ് ടേണിംഗ് വിത്ത് സ്പീഡ് ആൻഡ് ജഡ്ജ്മെൻറ്റ്. പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ലൈറ്റ് അവർ കാണിക്കും. റെഡ് ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. ലെഫ്റ്റ് ഗ്രീനിലാണെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യണം. റൈറ്റ് ഗ്രീൻ ആണെങ്കിൽ നിങ്ങൾ റൈറ്റിലോട്ട് ഗ്രീൻ ചെയ്യണം. ഈ ലൈറ്റ് അനുസരിച്ചായിരിക്കും അവർ ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ലൈറ്റിനെ ഫോളോ ചെയ്യണം. ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷമാണ് യാർഡ് ടെസ്റ്റ് ഉള്ളത്. അതിനുശേഷം എക്സാമിനർ അവിടെ നിൽക്കുമ്പോൾ ആർട്ടിയുടെ എക്സാമിനർ വരും. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ചെയ്ത് കാണിക്കണം. അപ്പോൾ നിങ്ങൾ യാർഡ് ടെസ്റ്റ് പാസ്സാകും. ഇതിനെപ്പറ്റിയെല്ലാം പൂർണ്ണമായിട്ട് അവർ ട്രെയിനിങ് ചെയ്യുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരുന്നതേ ഉള്ളൂ നിങ്ങൾക്ക്. അങ്ങനെ നിങ്ങൾ ഈ യാർഡ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ടെസ്റ്റാണ് ആക്ച്വലി ഇനിഷ്യൽ അസസ്മെൻറ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട്. സ്കൂളിലെ എക്സാമിനർ തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യും. അതിനുശേഷമാണ് ഫൈനൽ ടെസ്റ്റ്. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾക്ക് ട്രെയിനിങ് തരണം. അപ്പോൾ റോഡ് ടെസ്റ്റിൻ്റെ ട്രെയിനിങ് നിങ്ങൾക്കുണ്ട്. ഇപ്പം കാറിനകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്ട്രക്ടർ നമ്മുടെ കൂടെ ഇരിക്കും. പക്ഷേ ബൈക്കിൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് സോളോ റൈഡ് ചെയ്യണം. നിങ്ങൾ തന്നെ ആയിരിക്കും വണ്ടി ഓടിക്കുന്നത്. ഒരു 3-4 പേര് നിങ്ങളുടെ വണ്ടി ഓടിക്കും. നിങ്ങളുടെ പുറകിൽ ഇൻസ്ട്രക്ടർ കാണും, അല്ലെങ്കിൽ മുമ്പ് ഇൻസ്ട്രക്ടർ കാണും. അന്നേരം ഒരേ റൂട്ടിലായിരിക്കും അവർ ഇൻസ്ട്രക്ടർ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഈ റൂട്ട് നിങ്ങൾ കാണാതെ പഠിക്കണം. ഈ റൂട്ടിൽ നിങ്ങൾ എന്ത് പഠിപ്പിക്കും? എങ്ങനെ മെർജ് ചെയ്യണം, എങ്ങനെ ടേൺ ചെയ്യണം, എങ്ങനെ ഒരു റൗണ്ട് അബൌട്ടിൻ്റെ ഉള്ളിൽ കയറണം, എങ്ങനെ വെളിയിൽ വരണം, അതെല്ലാം നിങ്ങളെ പഠിപ്പിക്കും. ഈ റോഡ് ടെസ്റ്റിന് വേണ്ടി ഉള്ള പ്രിപ്പറേഷനാണ് ഇത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഇനിഷ്യൽ ഡ്രൈവിംഗ് അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ സ്കൂളിലെ എക്സാമിനറാണ് നിങ്ങളെ ചെക്ക് ചെയ്യും. അഥവാ നിങ്ങൾ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ 4 മണിക്കൂർ ക്ലാസ് ചെയ്യാൻ പറയാം. അതിനുശേഷം വീണ്ടും അപ്പിയർ ചെയ്യണം. അതുപോലെ തന്നെ ഫൈനൽ റോഡ് ടെസ്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ വീണ്ടും 4 മണിക്കൂർ ക്ലാസ് എടുക്കുകയും വീണ്ടും അപ്പിയർ ചെയ്യുകയും വേണം. പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ലൈസൻസ് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു ട്രെയിനിങ് മോഡ്യൂൾ എന്ന് പറയുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞു പോകുന്നില്ല, ഫയൽ ഓപ്പൺ ചെയ്യുന്നു, സിഗ്നൽ ടെസ്റ്റ് അതായത് തിയറി ടെസ്റ്റ് ഉണ്ട്, അതിനുശേഷം യാർഡ് ടെസ്റ്റ് ഉണ്ട്, ഇനിഷ്യൽ ഡ്രൈവിംഗ് അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ട്, അതിനുശേഷം ഫൈനൽ റോഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. എക്സാമ്പിൾ, ഫസ്റ്റ് നിങ്ങൾക്കൊരു ഹെൽമെറ്റ് വേണം. തീർച്ചയായും നിങ്ങൾക്ക് ഹെൽമെറ്റ് വേണം. പ്രോപ്പർ ഹെൽമെറ്റ് ആയിരിക്കണം. ഫുൾ ഫേസ് കവർ ചെയ്തുള്ള ഹെൽമെറ്റ് ആയിരിക്കണം. അതിൻ്റെ പിക്ചർ ഞാനിവിടെ സൈഡിൽ കാണിക്കാം. അതുപോലെ നിങ്ങൾ ഈ ഹെൽമെറ്റ് ഇടുമ്പം ഇവിടെ സ്ട്രാപ്പ് ഉണ്ടല്ലോ, ആ സ്ട്രാപ്പ് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയിരിക്കണം. ഞാൻ അനേകം ആൾക്കാർ കംപ്ലയിൻറ്റ് പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്നെ ഫെയിലാക്കി. എന്തോ ഫെയിലിൻ്റെ റീസൺ അവർ ഈ സ്ട്രാപ്പ് കറക്റ്റായിട്ട് അണിഞ്ഞില്ല, അല്ലെങ്കിൽ അത് ടൈറ്റായിട്ട് അണിഞ്ഞില്ല. നമുക്ക് ചിലപ്പോൾ എക്സാമിനറിന് സംശയം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഹെൽമെറ്റ് പിടിച്ചു നോക്കും. പിടിച്ചു നോക്കുമ്പോൾ ഇത് ലൂസ് ആണെങ്കിലോ ഇത് അണിഞ്ഞില്ലെങ്കിലോ എന്ത് പറ്റും? നിങ്ങൾ ഇമ്മീഡിയറ്റ് ഫെയിലാണ്. അപ്പോൾ അതൊരു ടിപ്സാണ്. സെക്കൻഡ് ടിപ്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ റൈറ്റ് ലെഗ് ഒരിക്കലും ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അഥവാ നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് ലെഗ് മാത്രമേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഇതൊരു കുറച്ച് ടിപ്സുകൾ മാത്രമാണ്. ഇത് നിങ്ങൾ ഓർമ്മ വെച്ചാൽ മതി. ബാക്കി ടിപ്സുകളൊക്കെ ഇൻസ്ട്രക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇനി ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിനെ പറ്റി പറയാം. ഓൾവേസ് ക്യാരി എമിറേറ്റ്സ് ഐ ഡി. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ എമിറേറ്റ്സ് ഐ ഡി ക്യാരി ചെയ്തുകൊണ്ടാണ്. നിങ്ങൾ എമിറേറ്റ്സ് ഐ ഡി ക്യാരി ചെയ്തില്ല, നിങ്ങളുടെ സേഫ്റ്റി ഗിയർസ് ക്യാരി ചെയ്തില്ല,
സേഫ്റ്റി ഗിയർ എന്ന് വെച്ചാൽ എന്താണ്? നീ പ്രൊട്ടക്ഷൻ, ഗ്ലൗസ്, എൽബോ പ്രൊട്ടക്ഷൻ, ഹെൽമെറ്റ്, ഷൂവ്, ലോങ് സ്ലീവ്സ്, ഇതൊന്നും ക്യാരി ചെയ്തില്ല, ഇതൊന്നും കൊണ്ടുപോയില്ലുണ്ടെങ്കിൽ നിങ്ങൾ ആബ്സെൻ്റ് ആകും. അപ്പോൾ നിങ്ങൾ ക്ലാസ് മിസ്സാകും. ഇനിയിപ്പോൾ ഈ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡേ ക്ലാസ് ഉണ്ട്. രാവിലെ 8:30 മുതൽ 5:30 വരെ നോർമൽ ക്ലാസ്, 2:30 മുതൽ 3:30 എനിക്കൊന്ന് ബ്രേക്ക് ആണെന്ന് തോന്നുന്നു, ആ സമയത്ത് ക്ലാസ് ഇല്ല. അതുപോലെ സാറ്റർഡേ ക്ലാസ് ഉണ്ട്, സൺഡേ ക്ലാസ് ഉണ്ട്, നൈറ്റ് ക്ലാസ്സും ഉണ്ട്. രാത്രി 8 മണി മുതൽ രാത്രി 11 മണി വരെയും ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്കൂളിൽ നിങ്ങൾ ഈ എക്സാം തിയറി ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞ ഉടനെ നിങ്ങൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ ക്ലാസ് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാനുള്ളത് ഇമ്പോർട്ടൻറ്റ് ടിപ്സാണ്. അഥവാ നിങ്ങൾ അല്ല എനിക്ക് ക്ലാസ് അങ്ങ് തീർക്കണം അങ്ങനെ വിചാരിക്കൽ, നിങ്ങൾ നിങ്ങളുടെ ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എനിക്ക് അഥവാ എക്സ്ട്രാ ക്ലാസ് വേണോ, 1 മണിക്കൂറോ 2 മണിക്കൂറോ വേണോ, അത് എക്സ്ട്രാ ക്ലാസ് എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ടെസ്റ്റുകൾ ബുക്ക് ചെയ്യുമോ. അല്ലെങ്കിൽ എന്താണ് വെച്ചാൽ നിങ്ങൾ ഫെയിലാവും, അപ്പോൾ കൂടുതൽ ക്ലാസ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ബൈക്കിൻ്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടി എല്ലാവിധ ആശംസകളും. ഈ ബൈക്കിൻ്റെ ലൈസൻസ് എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ അനേകം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് മെസ്സഞ്ചർ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ബോയ്സ് ആവാം. ഇത് പക്ഷേ റിസ്ക് ആണ് വെച്ചാൽ റോഡിൽ നിങ്ങൾ നല്ല സേഫ്റ്റി ആയിട്ട് ഹെഡ് ചെക്ക് ചെയ്തുകൊണ്ട് ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് വണ്ടി ഓടിക്കണം. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. ലൈറ്റ് മോട്ടറിനെ പറ്റി ഞാൻ ആൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ക്വസ്റ്റൻ ആൻസറിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ മോട്ടോർ സൈക്കിളിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറേ പേര് കമൻറ്റ് ചെയ്തു മോട്ടോർ സൈക്കിളിനെ പറ്റി വീഡിയോ ചെയ്യാൻ വേണ്ടി. അതിനുള്ള തിയറിയുടെ ടിപ്സുകൾ ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കണ്ട് നിങ്ങൾ പഠിക്കാവുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ 90% അല്ല 100% ആൾക്കാർക്കും കമൻറ്റിനുള്ള റിപ്ലൈ കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫീസിനെ പറ്റി, അല്ലെങ്കിൽ ക്ലാസ്സിനെ പറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈസൻസിനെ പറ്റി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ ആൾക്കാർ 90% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ട്. പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഈ യൂട്യൂബ് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.